പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും ബർക്കത്തില്ലാതെയായി പോകുന്ന, സാമ്പത്തിക വരുമാനമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്ന, കുടുംബത്തിൽ സന്തോഷമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താ? ഒരു നിസ്കാരത്തിൻ്റെ സമയം നമ്മൾ പരിഗണിക്കാതെ പോകുന്നത് കൊണ്ടാണ്. എല്ലാ 5 വഖത്ത് ഫർദ് നിസ്കാരത്തെയും പരിഗണിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയാധിഷ്ഠിതമായി നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ വലിയ അപകടങ്ങളുണ്ടാവും. തെറ്റ് ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. നാശം ഉറപ്പാണ് അത്തരക്കാർക്ക്. ആ നിസ്കാരമേതാ, അതിൻ്റെ സമയമേതാ, അതുമായി ബന്ധപ്പെട്ട മറ്റു മൂല്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ മുബാറക് ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫദറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദൽ കൊണ്ട് ഇരുലോക വിജയികളിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. പരിശുദ്ധ പ്രഗൽഭ ദുൽഖഅദ മാസത്തിൻ്റെ എല്ലാ പോരിശയും ബറക്കത്തും നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പോരിശയാക്കപ്പെട്ട, മഹത്വമാക്കപ്പെട്ട, മുഹറമാക്കപ്പെട്ട പ്രഗൽഭമായ ദുൽഖഅദ മാസത്തിൻ്റെ പ്രഗൽഭമായ മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു മനസ്സിലാക്കി. ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ രാവിൽ ചൊല്ലേണ്ട, ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് ഒരാൾക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. അത് ആദ്യ രാവിൽ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല എന്ന് കരുതിയിട്ട് പ്രിയപ്പെട്ടവരെ അതിനി വേണ്ട എന്ന് കരുതി മാറ്റിവെക്കാൻ പാടില്ല. എപ്പോഴാണോ അവസരം കിട്ടുന്നത്, അറിയുന്നത്, ഓർക്കുന്നത്, ആ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ആദ്യ രാവിൻ്റെ കർമ്മങ്ങൾ മുഴുവനും നമ്മൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം നഷ്ടപ്പെട്ടാൽ അത് ഭീമമായ നഷ്ടമാണ്. അപ്പോൾ പോരിശയാക്കപ്പെട്ട ഒരു മാസമായതുകൊണ്ട്, ഒരു നന്മ ചെയ്താൽ അക്സർ സവാബ, ധാരാളം കൂലി കിട്ടുന്നതായതുകൊണ്ട് ഒന്നും പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ നഫ്സിനോട് നിങ്ങളോട് പറയാം, ദുൽഖഅദ മാസത്തിൻ്റെ മഹത്വങ്ങൾ, അത്ഭുതപ്പെടുത്തുന്ന മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ മഹത്വങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ അമലുകളിൽ മുന്നേറണം എന്ന് എൻ്റെ നഫ്സിനോട് നിങ്ങളോടും ഒന്ന് തംബീഹാക്കുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബറക്കത്തുകൾ നൽകുന്ന ഒരു നേരമാണ് അസറിൻ്റെ നേരം എന്ന് പറയുന്നത്. നമ്മുടെ അൻവാറെ ഫജറിൻ്റെ ഒരുപാട് ക്ലാസ്സിൽ നമ്മൾ ഈ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളും. അസറിൻ്റെ നേരം, സുബ്ഹിൻ്റെ നേരം എന്ന് പറയുന്നത് വലിയ ബറക്കത്തുള്ള മുഹൂർത്തമാണ്, വലിയ മഹത്വമാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ തീരെ നമ്മൾ മൈൻഡ് ചെയ്യാത്ത, ഉമ്മത്ത് ഭൂരിഭാഗവും ചുമ്മാ നേരം കളച്ചിലായി, നേരം കൊല്ലിയായി, ടൈം പാസ്റ്റായി ഉപയോഗപ്പെടുത്തുന്ന ഒരു നേരമാണ് അസറിൻ്റെ നേരം. ഒരിക്കലും പ്രിയപ്പെട്ടവരെ ആ നേരത്ത് നമ്മൾ സമയത്തെ പരിഗണിക്കാത്തൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആ സമയത്തിന് വല്ലാത്ത മൂല്യമാണ് എന്ന് ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിൻ്റെ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ അസ്ർ എന്നാണ്. സൂറത്തുൽ അസ്ർ, അസ്ർ എന്ന് പറയുന്ന സമയത്തിൻ്റെ മഹത്വം പറയുന്ന അധ്യായം. വൽ അസ്ർ എന്നാണ് ആ സൂറത്ത് തുടങ്ങുന്ന ആദ്യത്തെ ആയത്ത്. വൽ അസ്ർ എന്താണ്? ഇമാം റാസി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ വൈകുന്നേരത്തെ തന്നെയാണ് സത്യം. കണ്ടോ? അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം എന്നും ഉലമാക്കൾ അതിൻ്റെ തഫ്സീറിൽ ചർച്ചകളെമ്പാടും നടന്നിട്ടുണ്ട്. ഒരു ദിവസത്തിലെ നിസ്കാരങ്ങളിൽ, ഇപ്പം നോർമൽ ദിവസം, ജുമാ ദിവസം നമുക്കറിയാം ജുമയാണ്. സാധാരണ ഒരു ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട നിസ്കാരം ഏതാ? അസ്ർ നിസ്കാരമാണ്. നമ്മൾ വിചാരിച്ച് സുബഹി നിസ്കാരം, ഇശാ നിസ്കാരമാണെന്ന് അല്ല. അസ്ർ നിസ്കാരമാണ്. ഭയങ്കരമായ മഹത്വമാണ്. പോരിശയാക്കപ്പെട്ട ഒരു നേരത്തുള്ള നിസ്കാരം കൂടെയാണ് അസ്ർ നിസ്കാരം, അല്ലെങ്കിൽ അസ്റിൻ്റെ നേരം എന്ന് പറയുന്നത്. അവിടെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള നേരമാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച തന്നെ ദുആക്ക് ഇജാബത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെക്കുറിച്ച് ഉലമാക്കൾ പറയുമ്പോൾ ചില ഹദീസുകൾ അങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ബഅദൽ അസ്ർ, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത ഇജാബത്താണ് വെള്ളിയാഴ്ചയിൽ പോലും. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടയ്ക്കാൻ അല്ലാഹു സമയം കണ്ടെത്തുന്നത്. ഒരു ദിവസത്തിൽ സുബഹി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ദുഹാ നേരത്തുണ്ടായിരുന്നു, ദുഹറിൻ്റെ നേരം, ദുഹർ കഴിഞ്ഞിട്ട് അസറിന് മുമ്പായിട്ട് ഒന്നും അല്ലാഹു സെലക്ട് ചെയ്തില്ല. എന്തിന്? ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പടയ്ക്കാൻ. ഒരു ദിവസത്തിൻ്റെ ഏത് സമയത്താണ്? അസർ കഴിഞ്ഞതിന് ശേഷമാണ് ആദം നബി പടയ്ക്കുന്നത്. ആ മനുഷ്യൻ്റെ തുടക്കം കുറിക്കുന്നത് തന്നെ അസറിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്തിന് വല്ലാത്ത മൂല്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി അവിടുത്തെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അസ്ർ നിസ്കാരത്തിന് കൊടുത്ത മഹാത്മ്യം
അതിൻ്റെ മഹത്വം എത്രത്തോളം വലുതാണ് നമുക്ക് മനസ്സിലാകും. ഒരു ദിവസത്തിൽ ഒരാൾ കിടന്നുറങ്ങിയാൽ അയാളെ വിളിച്ചുണർത്തൽ പ്രത്യേകം സുന്നത്തുള്ള നേരം, അതായത് അസറിന് ശേഷം കിടന്നുറങ്ങലാണ്. തഴവാസ്ത അതൊക്കെ പറയുന്നുണ്ട്. അവൻ പോത്തിനെ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തലേദിവസം രാത്രി ഉറക്കൊഴിച്ചിട്ട് ഇടങ്ങേറായി അല്ലെങ്കിൽ ഒരാൾ രോഗിയായി അസറിന് ശേഷം ഉറങ്ങി കിടക്കാൻ അവനെ ഉണർത്തണമെന്നല്ല ഈ പറയുന്നത്. അല്ലാതെ മടി കാണിച്ച് കിടക്കുന്ന ഒരു സാധാ മനുഷ്യൻ, അയാളെ വിളിച്ചുണർത്തുന്നവർക്ക് കൂലി കിട്ടും. എപ്പോൾ? അസറിന് ശേഷം ഉറങ്ങിയാൽ. അസറിന് ശേഷം ഉറങ്ങൽ ദായിമാക്കിയാൽ ഭ്രാന്തുണ്ടാകും, ബുദ്ധിശൂന്യതയുണ്ടാകും, ഓർമ്മയുണ്ടാവില്ല, മറവി രോഗം ഉണ്ടാകും, വലിയ നാശങ്ങളുണ്ടാകും, ബറക്കത്ത് കേട് ഉറപ്പാണ്. എവിടെ? അസറിന് ശേഷം ഉറങ്ങിയാൽ. കാരണം അത് മൂല്യമുള്ള നേരമാണ്. അസറിന് ശേഷം ലാത്തലും കത് സുന്ന എനിക്ക് പാടി പറയാറുണ്ട്. അസറിന് ശേഷം ആക്റ്റീവ് ആകണമെന്നാണ്. അപ്പോൾ ആ സമയം വലിയ മൂല്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അസർ നിസ്കാരത്തിന്, ഇവിടെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായി. ഉഹദിൽ വെച്ച് മുൻപല്ല് പൊട്ടിപ്പോയി, നെറ്റിയിൽ പരിക്കേറ്റുകൊണ്ട് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. യുദ്ധങ്ങളിൽ ഒട്ടേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ത്വായിഫിൽ വെച്ച് കല്ലെറിഞ്ഞിട്ട് കാലിൻ്റെ വടംഭാഗം പൊട്ടിയിട്ട് രക്തമൊലിച്ച സന്ദർഭമുണ്ടായില്ലേ? ആ സന്ദർഭങ്ങളിൽ നബിയെ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല. വേണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നും വേണ്ട, ആർക്കെതിരെയും ദുആ ചെയ്തില്ല. ഒരു ദേഷ്യവും അവിടെ കാണിച്ചില്ല. എന്നാൽ ഹന്തക്കിൻ്റെ നേരത്ത് പ്രിയപ്പെട്ടവരെ മുശ്രിക്കീങ്ങളും ബനൂ ഖുറൈള ഗോത്രക്കാരും ഒരുമിച്ച് കൂടിയിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസർ നിസ്കാരത്തിൻ്റെ ആ സമയത്തിന് തടസ്സം, അസർ നിസ്കരിക്കാൻ തടസ്സം നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യമായി, വല്ലാത്ത വിഷമമായി. അവിടെ ദുആ ചെയ്ത മല അല്ലാഹു ബുയൂത്തഹും വഖുബൂറഹും നാറാ. അല്ലാഹുവേ, അസ്ര നിസ്കാരം ശഗലൂന അനിസ്വലാത്തിൽ വുസ്താ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. അസ്ര നിസ്കാരത്തിൻ്റെ തടസ്സമായപ്പോൾ ആ സമൂഹത്തിലെ ക്രൂരന്മാർക്കെതിരെ അവിടെ ദുആയിൽ പറയുന്നുണ്ട്, മല അല്ലാഹു ബുയൂത്തഹും വഖുബൂറഹും നാറാ ശഗലൂന അനിസ്വലാത്തിൽ വുസ്താ. സ്വലാത്തുൽ വുസ്താ എന്ന് പറയുന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും മൂല്യമുള്ള നിസ്കാരം, ആ നിസ്കാരത്തിന് ഞങ്ങൾക്ക് തടസ്സമായ, നിസ്കാരത്തെ തൊട്ട് ഞങ്ങളെ എൻഗേജഡാക്കിയ, മാറ്റി നിർത്തേണ്ടി വന്ന ഈ സമുദായത്തിലെ അള്ളാഹുവെ, ക്രൂരന്മാർക്ക് അവിടെ ഖബറുകളും വീടുകളും നീ നരകമാക്കി തീയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗൗരവമുള്ള ദുആ. മറ്റുള്ള സമയത്ത് ഏറുകൊണ്ട് രക്തം വന്നപ്പോഴും മിണ്ടാത്ത പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസറിൻ്റെ നേരം നഷ്ടപ്പെടുത്തുന്ന ഉമ്മത്തിനെതിരെ അവിടുന്ന് ദുആ ചെയ്യുന്ന നമുക്ക് കാണാം. അത് ആ സമയത്തിൻ്റെ ഇമ്പോർട്ടൻ്റാണ്. ശഗലൂന അനിസ്വലാത്തിൽ വുസ്താ എന്നാണ് ഇവിടുന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞില്ലേ, ഹാഫിദു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്താ. നിങ്ങൾ നിസ്കാരത്തെ വളരെ കെയർ ചെയ്യണം കേട്ടോ. 5 വഖത്തെ നിസ്കാരവും ഒന്നിനു പുറകെ ഒന്നായി, ഓരോന്നിനും മഹത്വമാണ്, വലിയ ആദരവാണ്. എന്നാൽ വസ്സലാത്തിൽ വുസ്താ, മധ്യനിസ്കാരം, അതായത് വുസ്താ നിസ്കാരം പ്രത്യേകം നിങ്ങൾ പരിഗണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പറഞ്ഞു. ആ നിസ്കാരം ഭൂരിഭാഗം ഉലമാക്കളും പറയുന്നുണ്ട്, ആ സ്വലാത്തുൽ വുസ്താ സ്വലാത്തുൽ അസ്ർ, അത് അസ്ർ നിസ്കാരമാണ്. വലിയ പോലീസയാണ്. അസ്ർ നിസ്കാരം നേരം വൈകുന്നുണ്ട് ഒരാൾക്ക്, പ്രത്യേക കാരണങ്ങളില്ലാതെ അസ്ർ നിസ്കാരം ഇങ്ങനെ സമയം വൈകിയാണ് നിസ്കരിക്കുന്നത്, അസ്ർ ഖളാ ആയി പോകുന്ന പതിവ് പലവട്ടം ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ വളരെ സൂക്ഷിക്കണം, അപകടം പുറകെ വരാനുണ്ട്, നാശം പുറകെ വരാനുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അസ്ർ നിസ്കാരം 5:30 മണിക്കും 6 മണിക്കൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ ആലോചിച്ചൊക്കെ, അസ്ർ നിസ്കാരത്തിന് കൈകെട്ടിയതിന് ശേഷം 1-ാമത്തെ റക്അത്താകും മഗ്രിബ് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്ന ആളുകൾ, അസ്ർ നിസ്കാരത്തിൻ്റെ അസ്ർ കഴിഞ്ഞിട്ട് അസ്റിൻ്റെ നേരത്ത് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കറങ്ങി കിടന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിലോ മറ്റോ എൻഗേജഡ് ആയിക്കൊണ്ട് അസ്ർ നേരം വൈകി പോകുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ടാകാൻ പാടില്ല. അത് വലിയ നാശമാണെന്നാണ്. മനും ഫാത്തതുഹു സ്വലാത്തു അസ്ർ ഫകഅന്നമാ ഉത്തിറഹുഹു വമാലുഹു. അവൻ്റെ ധനം നഷ്ടമാകും, അവൻ്റെ കുടുംബം നഷ്ടമാകും, എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക്, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി പൊട്ടിപ്പാളീസായി തോറ്റ് തൊപ്പിയിടുന്ന അവസ്ഥ ഉണ്ടാകും. അസ്ർ നിസ്കാരം ആണായാലും പെണ്ണായാലും സമയം വിട്ട് നീക്കി വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, നഷ്ടപ്പെടുത്തി കളയുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ ഉണ്ടാകും. ഒരു ബർക്കത്തുണ്ടാകില്ല അസ്റിൻ്റെ സമയത്ത് സമയാധിഷ്ഠിതമായി നിസ്കരിക്കാത്തവർക്ക്, അസറിൻ്റെ നേരത്ത് പരിഗണിക്കാത്തവർക്ക് ഒരു ബർക്കത്തുണ്ടാകില്ല. ആരും ഒന്നും ചെയ്തതല്ല പ്രിയപ്പെട്ടവരെ,
ആരും ഒന്നും ചെയ്തല്ല. നമുക്ക് എന്തെങ്കിലും ബേജാറുണ്ടാകുമ്പോൾ, ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ, നാശം ഉണ്ടാകുമ്പോൾ, നഷ്ടം ഉണ്ടാകുമ്പോൾ, ഒരു രോഗം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വേഗം പടച്ചോനെ ആരോ എന്തോ ചെയ്തു അല്ല, നമ്മൾ തന്നെയാണ് ചെയ്തത്. എന്താ ചെയ്തത്? അസറിൻ്റെ നേരത്തെ നമ്മൾ മാനിച്ചില്ല, ആദരിച്ചില്ല. വലിയ വില കൊടുക്കേണ്ടി വരും. നാശം ഉണ്ടാകും, വലിയ നാശം ഉണ്ടാകും. ഒരു ദിവസം പ്രിയപ്പെട്ടവരെ, അസറിൻ്റെ നേരം 2 തരം മലക്കുകൾ സമ്മേളിക്കുന്ന നേരമാണ്. സുബഹിൻ്റെ നേരം, അസറിൻ്റെ നേരം. 2 വിഭാഗം. അതായത് രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് മലക്കുകൾ ആകാശലോകത്തേക്ക് കയറിപ്പോകുന്ന നേരം, അത് അസറിൻ്റെ ജമാഅത്തിൽ കൂടെ പങ്കെടുത്തിട്ടാണ് കയറിപ്പോകുന്നത്. വൈകിട്ടത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി വരുന്ന മലക്കുകൾ, നമ്മുടെ അമലുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വരുന്ന മലക്കുകൾ, പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന മലക്കുകൾ, പ്രദോഷത്തിൻ്റെ മലക്കുകൾ, അവർ നേരത്തെ വരും, മഗ്‌രിബിന് മുമ്പേ വരും, അസറിൻ്റെ നേരത്ത് വരും. അതാണ് 2 വിഭാഗം മലക്കുകളും ഒന്നിച്ചു കൂടുന്ന നിസ്കാരം. ആ നിസ്കാരത്തിന് വല്ലാത്ത മൂല്യമാണ്. ആ നിസ്കാരം ഒഴിവാക്കരുത്, സമയം വിട്ട് ബന്ധിപ്പിക്കാൻ പാടില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നുണ്ട്. ഒരു ദിവസം മദീനയുടെ പ്രദേശത്തുകൂടെ ഒരു പെണ്ണ്, ഒരു സഹോദരി ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്താ സഹോദരി പറയുന്നത്? ദുല്ലനി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുല്ലനി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദുല്ലനി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നവരോട് ചോദിക്കുന്നുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണെന്ന് എനിക്കൊന്ന് കാണിച്ചേട്ടെ, ഒന്ന് പറഞ്ഞേട്ടെ ഹബീബ് എവിടെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പുണ്യനബിയുടെ ചാരത്ത് എത്തി ഈ പെൺകുട്ടി. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാണ് നീ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, നബിയെ, ഞാൻ വലിയ ഒരുപാട് അപരാധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്തവളാണ്, വലിയ തെറ്റുകൾ ചെയ്തവളാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് തെറ്റ്? എൻ്റെ ഭർത്താവ് നാട്ടിലില്ല, വിദേശത്താണ്. ഞാൻ മറ്റൊരാളുമായി സിനയിൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, വലിയൊരു അപരാധം ഞാൻ ചെയ്തു. ആ വ്യഭിചാരത്തിൽ ഒരു കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിനെ അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ ഭർത്താവ് വിൽക്കാൻ വേണ്ടി വെച്ച സുർക്കയിട്ട് വെച്ച പാത്രത്തിൽ, സുർക്ക നിറഞ്ഞിരിക്കുന്ന പാത്രത്തിൽ മുക്കിയിട്ട് ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ആ സുർക്ക ഞാൻ മറ്റൊരാളറിയാതെ, അതായത് ആളുകൾക്ക്, അതിൻ്റെ കസ്റ്റമേഴ്സിനറിയാതെ ഞാൻ അതിനെ വിറ്റ് കളഞ്ഞു, കച്ചവടം ചെയ്തു കളഞ്ഞു. അങ്ങനെ ഒരുപാട് അപരാധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. എന്താണ് അതിന് പരിഹാരം? അതിൻ്റെ തെറ്റിന് പരിഹാരം, പ്രായശ്ചിത്തം വാങ്ങാൻ ഞാൻ തയ്യാറാണ്. അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വന്നതാണ് ആ പെണ്ണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അമ്മ സിന ഫഅലൈകി റജിം, അതായത് വ്യഭിചാരം നടത്തിയതിന്, നീ മാരീഡ് ആയതുകൊണ്ട് വ്യഭിചാരം നടത്തിയതിന് എറിഞ്ഞു കൊല്ലലാണ് നിൻ്റെ ശിക്ഷ, എറിഞ്ഞു കൊല്ലലാണ് അതിനുള്ള ശിക്ഷാ നടപടി, അതിൻ്റെ പ്രായശ്ചിത്തം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, അമ്മാ ഖത്തുലുൽ വലദി ഫജസാഉഹു ജഹന്നം, കുട്ടിയെ, ചോരപ്പൈതലിനെ കൊന്നുകളഞ്ഞതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജസാഉഹു ജഹന്നം, നിനക്ക് നരകമാകുന്ന ശിക്ഷയാണ് അതിനുള്ള പ്രതിവിധിയായി അല്ലാഹു തരാൻ പോകുന്നത് എന്ന് ആ പെണ്ണിനോട് പറഞ്ഞു. എന്നിട്ട് ബൈഉൽ ഹൽ, സുർക്ക നീ വിറ്റല്ലോ, നജിസായ സുർക്ക, കുട്ടിയെ കൊന്ന, ശവം കിടന്ന അല്ലെങ്കിൽ ഡെഡ് ബോഡി കിടന്ന ആ സുർക്ക, അത് നജിസായ സുർക്കയാണ്. ആ നജിസായ സുർക്കയെ നീ വിറ്റതുകൊണ്ട്, നീ ക്രയവിക്രയം ചെയ്തുകൊണ്ട്, കച്ചവടം ചെയ്തുകൊണ്ട് അക്കാരണമായത് കബീറത്ത്, ഒരു വൻപാപം സംഭവിച്ചു. ഇത്രയും തെറ്റുകൾ, ഭീമമായ തെറ്റുകൾ നിനക്ക് സംഭവിച്ചിട്ടുണ്ട്, വലിയ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ട കുറ്റങ്ങൾ സംഭവിച്ചു എന്ന് ആ പെണ്ണിനോട് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പറയുന്ന വാക്കില്ലേ, ആ വാക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാതിലൂടെ കൽബിൽ കയറിയിട്ട് നല്ല മാഞ്ഞു പോകാത്തൊരു വര, ഒരു അണ്ടർലൈൻ ആ വാക്കിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ കൊടുക്കണം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ലാകിൻ ലനൻതു അന്നകി തറക്തി സ്വലാത്തുൽ അസ്ർ, സ്വലാത്തുൽ അസ്ർ, അസ്ർ നിസ്കാരം നീ ഒഴിവാക്കുന്ന പെണ്ണാണ്, നേരം തെറ്റിച്ച് കളയുന്ന പെണ്ണാണ്, അസ്ർ നിസ്കാരത്തെ പരിഗണിക്കാത്ത പെണ്ണാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് ഈ വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും ഹറാമായ കച്ചവടത്തിലേക്കും എല്ലാം ചെന്നു ചേരാൻ അവസരമുണ്ടായത്, തെറ്റുകൾ ചെയ്യാനുള്ള ലാഘവം തോന്നിയത്, തെറ്റുകൾക്ക് ഒരു വില കൽപ്പിക്കാതെ യഥേഷ്ടം തിന്മകൾ ചെയ്യാൻ നിന്നെ പാകപ്പെടുത്തിയത്, ആ ഒരു മാനസികമായ ടെൻഡൻസി നിനക്ക് വളർന്നു വന്നത് അസ്ർ നിസ്കാരം ഒഴിവാക്കുന്നത് കൊണ്ടാണ്, നേരം തെറ്റിക്കുന്നത് കൊണ്ടാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആലോചിച്ചൊക്കെ പ്രിയപ്പെട്ടവർ. അപ്പോൾ അസ്ർ നിസ്കാരം സമയാധിഷ്ഠിതമായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള, തെറ്റുകളിൽ നിന്നുള്ള വലിയൊരു കാവലാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, യഥാർത്ഥ നിസ്കാരം
നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നല്ല. യഥാർത്ഥ നിസ്കാരം അതിൻ്റെ സമയം മാനിച്ചു, അതിൻ്റെ തഖ്വ മാനിച്ചു, ഖുശൂഅ മാനിച്ചു, അതിൻ്റെ ആദാബുകൾ മര്യാദകൾ മാനിച്ചു, നല്ല ഭയഭക്തിയോടെ നിസ്കരിക്കുന്ന നിസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മോശപ്പെട്ട ഒരു വാക്ക് പറയാൻ തോന്നില്ല, ഒരു പ്രവർത്തനം ചെയ്യാൻ തോന്നില്ല, തെറ്റ് ചെയ്യാൻ തോന്നില്ല. ആർക്ക്? യഥാർത്ഥ നിസ്കാരക്കാർക്ക്. നിസ്കാരം നടക്കുന്നുണ്ട്, തെറ്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം പരിശോധിക്കണം, അതിൻ്റെ സമയത്തെ പരിശോധിക്കണം. തോന്നുമ്പോൾ സ്വല്ലി എന്ന് പറയുന്നത് പോലെ തോന്നുമ്പോഴാണോ നമ്മൾ സ്വല്ലുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് ഏറ്റവും മൂല്യം കൊടുക്കണം 5 വഖത്തെ ഫർള് നിസ്കാരങ്ങൾ. അതിന് വില കൽപ്പിക്കാത്തവന് ജീവന് പോലും അള്ളാഹു വില കൽപ്പിക്കുന്നില്ല, ഒരു പരിഗണന ഉണ്ടാവില്ല. പിന്നെ ഇസ്ലാമിക രാഷ്ട്രമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകാം, ഒരു കുഴപ്പമില്ല. അത്രയേറെ മൂല്യമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം. നിസ്കാരം വലിയ വിലയാണ്. ആ നിസ്കാരത്തെ 5 വഖത്തെ നിസ്കാരത്തെ പരിഗണിക്കാതെ എന്ത് ചെയ്തിട്ടും പ്രിയപ്പെട്ടവരെ ഒരു ബറക്കത്തോ വിജയം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കിട്ടിയാൽ തന്നെ സമീപകാലത്ത് തകരാൻ പോവുകയാണ്. അത് രോഗമായിട്ടോ സാമ്പത്തിക തകരാറ് കൊണ്ടോ പൊട്ടിപ്പാളിസാകൾ കൊണ്ടോ പിറകെ പ്രശ്നങ്ങൾ വരും. ഒരിക്കലും ബറക്കത്ത് നേടാൻ പറ്റില്ല. ഒരു മുസ്ലിമിന് 5 വഖത്തെ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പേര് കുടുംബത്തിൽ പ്രശ്നമാണ്, ബറക്കത്തില്ല, ജോലിയിൽ ബറക്കത്തില്ല, ആഗ്രഹിച്ച ജോലി കിട്ടുന്നില്ല, ശമ്പളമില്ല, അതിലെല്ലാം എന്തോ ഒരു നഹ്സുള്ളതുപോലെ എന്ന് തോന്നുന്ന ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ സുബഹിൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ വീട്ടിലെ അവസ്ഥ എന്താണ്? പലപ്പോഴും അവരെഴുന്നേൽക്കുന്നു എന്ന് പറയുന്നു, അവരുടെ ഭാര്യമാർ എഴുന്നേൽക്കുന്നു നിസ്കരിക്കാനെന്ന് പറയുന്നു, അല്ലെങ്കിൽ വീട്ടിൽപ്പെട്ട 1-2 ആൾ എഴുന്നേൽക്കുന്നു, ബാക്കിയുള്ള ആളുകൾ മുഴുവനും മുതിർന്ന മക്കളടക്കം, പ്രായപൂർത്തിയായ മക്കളടക്കം, കോളേജിൽ പഠിക്കുന്ന, 10ൽ പഠിക്കുന്ന, +2 പഠിക്കുന്ന മക്കളടക്കം കിടന്നുറങ്ങുകയാണ്. ആ നേരത്ത് സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ എന്ന് എന്നോട് മറുപടി പറയുമ്പോൾ ഞാൻ പറയും, തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല, കുഴപ്പം അവിടെ തന്നെയാണ്. സുബഹിൻ്റെ നേരത്തൊരാൾ കിടന്നുറങ്ങുമ്പോൾ, അത് പ്രായപൂർത്തിയായ യോഗ്യരായ മക്കളായിക്കോട്ടെ, കിടന്നുറങ്ങിയാൽ ബറക്കത്ത് ആ കുടുംബത്തിന് ഇറക്കി കൊടുക്കില്ല. മക്കൾക്ക് മാത്രമായി ബറക്കത്ത് കയറിൽ കെട്ടിയിട്ട് പൊക്കിക്കളയില്ല, ഉയർത്തിക്കളയില്ല. ആ കുടുംബക്കാരൻ്റെ വീട്ടിലെ വാപ്പയുടെ ഉമ്മയുടെ ജോലികളിൽ, വരുമാനങ്ങളിൽ അല്ലാഹു ബറക്കത്ത് എടുത്തു കളയും. അതുകൊണ്ട് കൃത്യമായിട്ട് നിസ്കാരം വളരെ സൂക്ഷിക്കണം. സുബഹി നിസ്കാരം പലപ്പോഴും സൂക്ഷിക്കുന്നവർ പോലും അസ്ർ നിസ്കാരത്തിൻ്റെ നേരം തെറ്റിപ്പോകും. അസ്ർ നിസ്കാരം തീരെ പരിഗണിക്കാതെ പോകുന്ന അവസ്ഥയുണ്ട്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അസ്റിന് ശേഷം ഉറങ്ങൽ പോലും ഏറ്റവും മോശമായി ദീൻ കാണുകയാണ്. ഉറങ്ങുന്നവരെ ഉണർത്തണം എന്ന് പരിശുദ്ധമായ ദീൻ പറഞ്ഞിരിക്കുകയാണ്. ആക്റ്റീവ് ആകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജാബത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം അങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മൂല്യമുള്ളതാണ് ഹഫിദു അല സ്വലവാത്തി വസ്വലാത്തിൽ ഉസ്താ. നിസ്കാരം മറ്റുള്ള ഫർള് പരിഗണിക്കണം, അതോടൊപ്പം അതിനേക്കാൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ നിസ്കാരങ്ങളെയും പരിഗണിച്ച് ഓരോ നിസ്കാരത്തിൻ്റെ നേരത്തും, നിസ്കാരത്തിന് 5 സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിന് 5 സമയം അള്ളാഹു സുബഹിന് വേണ്ടി, ലുഹറിന് വേണ്ടി, അസറിന് വേണ്ടി, മഗ്രിബിന് വേണ്ടി, ഇശാക്ക് വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്തില്ലേ? ഈ സമയത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ചുമ്മാ ഒരു സമയം കൂടെ സെലക്ട് ചെയ്യല്ല. ഈ 5 സമയത്തിനും 5 വെറൈറ്റി ഉണ്ടെന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും നമുക്ക് പറയാനും പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഫൗസ്, വിജയം നമുക്കൊക്കെ തുറന്നു നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എങ്ങനെയാണ് ശുദ്ധമായ തേൻ ഇവിടെ നിന്ന് കിട്ടും? ഒരുപാട് പേര് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കഫാക്ക് ഹണി എന്ന് പറയുന്ന റോ ഹണി, അതായത് തേനീച്ചക്കൂട്ടിൽ നിന്നും പച്ചയായിട്ട് തേനെടുക്കുക. ഒരു പ്രോസസ്സിങ്ങും ഇല്ല, ഒരു ചൂടാക്കലും ഇല്ല, ഒരു കെമിക്കൽസ് ആഡ് ചെയ്യലുമില്ല. പച്ചയായിട്ട് 100% കൃത്യമായിട്ട് വിശ്വസനീയമായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് കഫാക്ക് ഹണി. അത് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാഷാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله
بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا